ആദ്യമായിട്ട് ഞാൻ ഈ ആൾത്താരയിൽ പിതാവിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി സ്തുതി ആരാധന അർപ്പിക്കുന്നു. 2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. എൻ്റെ നാട് ചങ്ങനാശ്ശേരി മാടപ്പള്ളി എന്ന സ്ഥലമാണ്. ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഈ ആൾത്താരയിൽ വന്നത്. എനിക്ക് 20 വർഷത്തിൽ മേലെയായി തലവേദനയായിട്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. പോകാത്ത ഹോസ്പിറ്റലുകളില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഇന്ന് വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ എനിക്ക് ആദ്യമായി തന്ന ഒരു വലിയ അനുഗ്രഹമാണത്. അത് ഈ സമൂഹത്തോടും ഈ ആൾത്താരിൽ നിന്ന് പറയാനും എന്നെ അനുവദിച്ചതിന് എൻ്റെ ദൈവമാതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും നമ്മുടെ ജോസഫ് അച്ഛനും 1000 നന്ദി സ്തുതി ഞാൻ പറയുന്നു. അച്ഛൻ തന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടി. എൻ്റെ വസ്തു 5 വർഷത്തിലേറെ വഴിയില്ലാതെ ആ വസ്തു വിൽക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അത് ആ പറമ്പിൽ സ്ഥാപിച്ചു. എനിക്ക് ആ വസ്തു വിറ്റ് കിട്ടി. നല്ല ഒരു വേറെ വസ്തു വാങ്ങാൻ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് 20 വർഷത്തിൽ മേലെയായിട്ട്, 20 വർഷമൊന്നുമല്ല അതിലും മേലെയായിട്ട് നടുവിന് വേദനയായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി, മൈസൂറിൽ വരെ പോയി ഞങ്ങൾ ചികിത്സയ്ക്ക് പോയി. ആ മരുന്നിലൊന്നും ഫലമുണ്ടായില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇന്നെൻ്റെ ജീവിത പങ്കാളിക്ക് നടുവിന് വേദനയില്ല. ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ഈ ആൾത്താരയിൽ വന്നതിന് ശേഷം ആത്മീയമായിട്ട് ഞങ്ങൾ ഒരുപാട് വളർത്തി. എൻ്റെ പരിശുദ്ധയമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ 10 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരാത്ത രീതിയിൽ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു എൻ്റെ പരിശുദ്ധയമ്മ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു നല്ല സങ്കടത്തിലായിരുന്നു ഞാൻ അന്ന് യാത്ര ചെയ്തത്. ആ ബസ്സിൽ നിന്ന് ഞാൻ പിടിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തെറിച്ച് ദൂരെ പോയി വീണു. ഒന്ന് ടയർ ഒന്നനങ്ങിയാൽ എൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങും. പക്ഷേ എന്നെ ആരോ എടുത്തെറിയുന്ന പോലെ അവിടുന്ന് എന്നെ ഒത്തിരി അമ്മ പുല്ലിനകത്തോട്ട് മാറ്റിയിട്ടു. എനിക്കൊരാപത്തും കൂടാതെ എന്നെ സംരക്ഷിച്ചു. ബസ്സുകാരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ വീട്ടിൽ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളിയും മക്കളും എൻ്റെ അയൽവക്കക്കാരും എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്കൊരു കുഴപ്പവും കൂടാതെ ഞാൻ അവിടുന്ന് എന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വിട്ടു. ഇതൊരു വലിയ മിറാക്കിളാണെന്ന് തന്നെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ കൃപയല്ല, എൻ്റെ പരിശുദ്ധയമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു വാടക വീടിന് വേണ്ടി നടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോപ്പൻ്റെ സാന്നിധ്യമുള്ളൊരു വീടായിരിക്കണോ അതെന്ന്. ഒരു അക്രൈസ്തവരുടെ വീടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യം ആ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചത് അവിടെ യേശുവപ്പൻ്റെ പടം മാലയിട്ട് വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ യേശുവപ്പ തന്ന വീടാണെന്ന്. അതുപോലെ തന്നെ എനിക്കൊരു ജോലി വേണമെന്ന് ഞാനൊരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്ത്, റബ്ബർ ഫാക്ടറിയിൽ. അതുപോരാ, എനിക്കൊരു നല്ല ജോലി തരണേ ഈശോമ്മേ, എൻ്റെ അപ്പ എനിക്കൊരു നല്ല ജോലി തരണമെന്ന് ഞാൻ ഈ ആൾത്താരയിൽ വന്നൊരു സങ്കടപ്പെട്ടി. എല്ലാ ആനുകൂല്യത്തോടും കൂടി, എല്ലാ കൃപയോടും കൂടി അമ്മ എനിക്കൊരു നല്ല ജോലി തന്നു. ആ ജോലി ഞാൻ വളരെ സന്തുഷ്ടയായി പോകുന്നു. എല്ലാ കൃപകളും ഈ നാളിതുവരെ എൻ്റെ കുടുംബത്തിന് തന്നതിന് 1000 നന്ദി സ്തുതി ആരാധന ഞാൻ അർപ്പിക്കുന്നു. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം, പത്രം വാങ്ങിക്കും, ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, മലയാള പത്രം വാങ്ങിച്ചുകൊണ്ട്. ആ പത്രം കൊണ്ട് ചെന്നപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ട്, ഇതിനൊന്നും ഒരു പണിയില്ലേന്ന്. അപ്പോഴും ഞാൻ സന്തോഷത്തോടുകൂടി ആ പത്രം കൊടുത്ത് അവരോട് എനിക്ക് എൻ്റെ അമ്മ മാറ്റിത്തന്ന ഓരോ കാര്യങ്ങളും, നടത്തി തന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ പത്രം കൊടുത്തു. ഉപ്പും തേനും കൊടുത്ത് ഒത്തിരി പേരുടെ മദ്യപാനം മാറി. ഒത്തിരി പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അതുപോലെ തന്നെ എനിക്ക് കാരുണ്യപ്രവർത്തി ചെയ്യാൻ പറ്റിയത്, ഞാൻ RCCയിൽ ക്യാൻസർ രോഗികൾക്ക് ചോറും കൊണ്ടുപോകും, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പ്രായമായ അമ്മമാരെ സഹായിക്കാനും മുതിർന്നവരെ സഹായിക്കാനും, എൻ്റെ മുന്നിൽ ആര് സങ്കടപ്പെട്ടാലും എനിക്കില്ലെങ്കിലും ആ ഭക്ഷണപൗതി ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഇനിയും എൻ്റെ അമ്മയുടെയും ഈശോപ്പൻ്റെയും സാന്നിധ്യത്തിൽ എൻ്റെ മക്കളും ഞാനും നിത്യതയിൽ ജീവിക്കാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനും എന്നെ അനുവദിക്കണമെന്ന് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 13-ാം അധ്യായം 14-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന ദേശമെല്ലാം നിനക്ക് എന്നേക്കുമായി ഞാൻ തരും. നമ്മൾ ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കുന്നുണ്ട്, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃജനങ്ങളെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ വരിക എന്ന് പറഞ്ഞിട്ടാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. പക്ഷേ അബ്രാഹാം തൻ്റെ പിതൃസഹോദരനായ ലോത്തിനെയും കൂടെ കൂട്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നുണ്ടായ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം
ലോത്ത് നല്ല ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പ്രവർത്തിച്ചു. ദൈവമായ കർത്താവ് അവർക്ക് നല്ല ഭൂമി വീതിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അബ്രാഹാം വളരെ സൗമ്യനായി വളരെ നിസ്വാർത്ഥനായി പറഞ്ഞു, സഹോദര നിനക്ക് ആവശ്യമുള്ള ഭൂമി എടുക്കാം. അങ്ങനെ ഏറ്റവും നല്ല സ്ഥലം ലോത്ത് എടുത്തു. അതിനുശേഷം അബ്രാഹാം പറഞ്ഞു, അബ്രാഹത്തിനപ്പോൾ ബാക്കിയുള്ളത് അത്ര നല്ല സ്ഥലമല്ലായിരിക്കാം. ലോത്ത് തൻ്റെ വീതം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലോത്ത് പോയി. അപ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ലോത്ത് പോയതിന് ശേഷം ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നീ തല ഉയർത്തി നോക്കി, നീ നോക്കുന്നതെല്ലാം നിൻ്റെ ദേശമായിരിക്കും, നിനക്കുള്ള അവകാശമായിരിക്കുമെന്ന്. ശോഭ റെജിയുടെ ഈ മനോഹരമായ സാക്ഷ്യം അതാണ്. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് കടന്നു വന്നപ്പോൾ തനിക്കുണ്ടായ എല്ലാ നേട്ടങ്ങളെക്കുറിച്ചും എല്ലാ ആത്മീയ സമ്പത്തുകളെക്കുറിച്ചുമാണ് ശോഭ റെജി ഇവിടെ നമ്മോട് പങ്കുവച്ചത്. 20 വർഷമായി ഉണ്ടായിരുന്ന തലവേദന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ തൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിപൂർണമായി മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള തൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദന വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം, പ്രാർത്ഥന മൂലം, അപ്ലൈ ചെയ്തത് മൂലം അദ്ദേഹത്തിന് പരിപൂർണമായി സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നു. തനിക്കൊരു സ്ഥലം വാങ്ങിയതിൻ്റെ ഒരു വലിയ ഒരു തുക കടമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം വീട്ടുവാനും അതെല്ലാം ക്രമീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവരെ സഹായിച്ചു. അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു നല്ല ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എല്ലാം ക്രമീകരിച്ചതായി ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാം യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇതെല്ലാം സാധ്യമാകുന്നതെന്ന് തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വചനത്തിലൂടെ നമുക്ക് അഭിഷേകം ലഭിക്കുന്ന ഈ വലിയ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.